ആ സമയത്ത് കല നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് പടം വരയ്ക്കാൻ അറിയാമെങ്കിൽ എത്ര ടെൻഷനുള്ള സമയത്തും ആ സമയത്ത് ഒരു ബുക്ക് പെൻസിലെടുത്ത് പടം വരച്ചാൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന വരയ്ക്കുക. അത് ശരിയോ തെറ്റോ ഒന്നുമില്ല. അങ്ങനെ അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ടെൻഷൻ മാറും. നല്ലതായിട്ട് വീണ്ടും പഠിക്കാനും സാധിക്കും. നല്ല മിടുക്കികളായിട്ട് പരീക്ഷ എഴുതി നല്ല മാർക്ക് വാങ്ങിക്കാനും ഇത് തന്നെ ജോലി ചെയ്യുന്ന സമയത്തും എത്ര ടെൻഷനുള്ള ജോലിയാണെന്ന് പറഞ്ഞാലും ആ സമയത്ത് ഇഷ്ടപ്പെട്ട പാട്ട് നമുക്ക് ഏതാ പറഞ്ഞേ? എന്റെ മകനെ കവി കൊണ്ട് പോരാൻ തുടങ്ങി. സത്യത്തെ അവനെ കൊണ്ടുവരേണ്ടതായിരുന്നു. പക്ഷേ ആകാശമിട്ടായ ആരെങ്കിലും കണ്ണുണ്ടാവും. അതൊരു പുതിയ ബഷീർ ഉണ്ടാക്കിയ ഒരു വാക്കാണ്, ഒരു പേരാണ്. ഒരു നിങ്ങൾക്ക് കിട്ടിയത് നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ശ്രീജേഷ് സാറ് നിങ്ങൾക്ക് ഇവിടെ ഒരു വെക്കേഷൻ ടൈമിൽ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തത് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അദ്ദേഹത്തെ എനിക്ക് നേരത്തെ ഇതൊക്കെ അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ ഞാൻ കണ്ടൊത്തിരി മീനിങ് ഉള്ള ചിത്രങ്ങളാണ്. അത്രയും നല്ലൊരു അധ്യാപകനെ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ്. വീണ്ടും നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് വെക്കേഷൻ കഴിഞ്ഞ് പോയാലും ചിത്രരചന നിങ്ങൾ നിർത്തരുത്. കാരണം അത് മഹത്തായ നിങ്ങളുടെ ലൈഫിനെ ഇൻഷുർ ചെയ്യുകയാണെന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ. എംബ്ലങ്ങളൊക്കെ നോക്കിയാൽ അതൊരു ചിത്രമാണ്. ആ ചിത്രം നിങ്ങളോട് കുറേ കാര്യങ്ങൾ സംവദിക്കുന്നുണ്ട്. റോഡ് സിഗ്നലുകൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് പ്രധാനമായിട്ട് നിങ്ങളത് വരയ്ക്കുമ്പോൾ നിങ്ങളുടെ വിരലുകളുടെ ചലനം അത് നിങ്ങളെ സൂക്ഷ്മമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങളെ പാകപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഭാവനയെ വികസിപ്പിക്കാൻ അത് സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒബ്സർവേഷൻ സ്കില്ല്, നിങ്ങൾക്ക് ഒരു ചിത്രം വരയ്ക്കണമെങ്കിൽ നിങ്ങളുടെ നിരീക്ഷണ ശേഷി അതെല്ലാം ഉപരിയായിട്ട് ഒരു കല എന്ന അർത്ഥത്തിൽ ആ കല നമ്മളെ കുറച്ചുകൂടെ മനുഷ്യരാക്കി തീർക്കുന്നതാണ്. ഇതിനോട് ആദരവുള്ളവരായിട്ട് കരുണയുള്ളവരാക്കി തീർക്കുന്നതാണ്. ആ അർത്ഥത്തിൽ നാളെ നിങ്ങൾ ഏത് മേഖലയിൽ പോലും കലയോട് സ്നേഹമുള്ളവരായിരിക്കാനും കലയെ സ്നേഹിക്കുന്നവരായാലും ആ അർത്ഥത്തിൽ കരുണയുള്ളവരായിരിക്കാനും നിങ്ങൾക്ക് കഴിയണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്ര ഒരു സംവിധാനം നിങ്ങളുടെ കുട്ടികളെ ചേർത്തിട്ട് ഇത്ര ഒരു സംവിധാനം ഒരുക്കാനും നിങ്ങളെ ഈ ഒരു ക്രമീകരണം ഉണ്ടാക്കിയിട്ടില്ല. ശ്രീജേഷിനെ അഭിനന്ദിക്കാനുള്ള അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.